ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള തീവ്രവാദി ആക്രമണങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന മുന്നറിയിപ്പുമായി ക്രൈസ്തവ നേതാക്കളും സംഘടനകളും രംഗത്ത്. പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡമാകെ സംഘർഷ ഭൂമിയാകും. ബൊക്കോ ഹറാം തീവ്രവാദ സംഘത്തിന് പുറമെ ഫുലാനികളും മേഖലയിൽ പിടിമുറുക്കുകയാണെന്നും ക്രൈസ്തവർക്കെതിരെ നരനായാട്ട് തുടരുകയാണെന്നും ഇവർ വ്യക്തമാക്കി. നൈജീരിയയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം തീവ്രവാദികളുടെ ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ടത് 100ഓളം ക്രൈസ്തവരാണെന്ന് സന്നദ്ധ സംഘടനയായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ദി റൂൾ ഓഫ് ലോ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 4 മാസങ്ങളായി ഓരോ മാസവും ശരാശരി 180 മുതൽ 200 ക്രൈസ്തവരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് റിപ്പോർട്ടിലുണ്ട്. അതായത് ദിവസവും 6 ക്രൈസ്തവർ വീതം കൊല്ലപ്പെടുന്നു. സർക്കാരിൻ്റെ നിഷ്ക്രിയമായ നിലപാട് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയാണെന്ന് ബോക്കോ ഹറാമിൻ്റെ ശക്തികേന്ദ്രമായ മെയ്ദുഗൂരിൽ നിന്നുള്ള വൈദികൻ ഫാദർ ജോസഫ് ഇഡിലിസ് പറയുന്നു. ക്രൈസ്തവരായി തുടരുന്നത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണെങ്കിലും വിശ്വാസം കൈവിടുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. Abducting ladies and doing a lot of terrible things, especially towards Christians. And the situation, I wouldn't say it has improved so much. Rather, I don't want to be pessimistic, but I think it has even worsened. ആക്രമണങ്ങളിൽ നിരവധി പേരാണ് വീടുപേക്ഷിച്ച് പലായനം ചെയ്യുന്നതെന്നും അവരിൽ പലർക്കും അഭയം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷണവും മറ്റ് ആവശ്യങ്ങൾക്കുമായി അവർക്ക് പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബോക്കോ ഹറാം തീവ്രവാദികളെക്കാൾ ഫുലാനി വിഭാഗമാണ് ക്രൈസ്തവരെ കൂടുതലായി കൊന്നൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം 2400ഓളം ക്രൈസ്തവരെയാണ് ഫുലാനികൾ കൊലപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.